എല്ലാവർക്കും നമസ്കാരം. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം നമ്മളുടെ സെറ്റ് എക്സാം അല്ലേ, സെറ്റ് എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. സെറ്റ് എക്സാമിൻ്റെ ആൻസർ കീ ഒക്കെ വന്ന് നിങ്ങളെല്ലാവരും ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ക്വാളിഫൈഡ് ചെയ്യാത്ത ആളുകൾ ഒട്ടും വിഷമിക്കേണ്ട. അടുത്ത എക്സാമിന് വേണ്ടി, നെക്സ്റ്റ് വരുന്ന എക്സാമിന് വേണ്ടി എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു തുടങ്ങാം. ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. നിങ്ങൾ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്ത് പഠിക്കുക. സിലബസിലെ ഓരോ കാര്യങ്ങളും നല്ല രീതിയിൽ മനസ്സിലാക്കി പോവുക. കൂടുതൽ MCQs വർക്കൗട്ട് ചെയ്യുക. അങ്ങനെയൊക്കെ ആവുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും ഈ ഒരു എക്സാം എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. നമ്മുടെ CC-യിൽ ഈ കഴിഞ്ഞ സെറ്റ് എക്സാമിന് ഒരുപാട് ക്വസ്റ്റ്യനുകൾ നമ്മൾ കൊമേഴ്സ് പഠിച്ച കുട്ടികൾക്ക് അറിയാൻ പറ്റും. ഒരുപാട് ക്വസ്റ്റ്യനുകൾ നമ്മൾ പഠിപ്പിച്ച ഏരിയയിൽ നിന്ന് തന്നെ വന്നു. നമ്മൾ പഠിപ്പിച്ച സെയിം ആയിട്ട് നമ്മൾ ചെയ്ത MCQs അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ്റെ അകത്ത് വന്നിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന കുറച്ചധികം ക്വസ്റ്റ്യനുകളാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അതായത് നമുക്ക് ഈ കഴിഞ്ഞ സെറ്റ് എക്സാമിന് നമ്മൾ CC-യിൽ ചെയ്യിപ്പിച്ച അതേ ക്വസ്റ്റ്യനുകൾ അതേ രീതിയിൽ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വന്നു. നമുക്കറിയാം സെക്ഷൻ എ കിട്ടിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ആദ്യത്തെ ഒരു 15 ക്വസ്റ്റ്യനും നമ്മൾ ഡിസ്കസ് ചെയ്ത സെയിം ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. വളരെ സന്തോഷത്തോടു കൂടി അത് ഞാൻ നിങ്ങളുടെ അടുത്ത് അറിയിക്കുകയാണ്. ഞങ്ങൾ മാനേജ്മെൻറ്റിൻ്റെ അകത്തൊക്കെ ഞാനാണ് ആ ഒരു ഏരിയ എടുത്തത്. അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും, ആ ഏരിയ നമ്മൾ ക്ലാസ് എടുത്ത സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനുകൾ MCQs ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് ചോദിച്ച ക്വസ്റ്റ്യനുകൾ തന്നെയാണ് സെക്ഷൻ എ പാർട്ട് കിട്ടിയ കുട്ടികൾക്ക് ആദ്യം കാണുന്നത്. അപ്പോൾ അവർ ആ കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞിരുന്നു, സാറേ നമ്മൾ എടുത്ത ഏരിയകളിൽ നിന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു കോൺഫിഡൻസ് ലെവൽ വളരെയധികം കൂടി ആ ഒരു ക്വസ്റ്റ്യനുകൾ കണ്ടപ്പോൾ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കാം, അങ്ങനെ നമ്മൾ എടുത്ത കുറച്ച് ക്വസ്റ്റ്യനുകൾ മാത്രമാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ എടുത്തു പോയ കുറച്ച് ഏരിയകളിൽ നിന്ന് വന്ന ക്വസ്റ്റ്യനുകൾ, അത് എക്സാക്റ്റ് ആയിട്ട് അതേ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വന്നത് നമ്മളൊന്ന് കാണിച്ചു തരികയാണ് നിങ്ങൾക്ക്. ആ ഒരു ക്വസ്റ്റ്യനുകൾ ഏതൊക്കെയാണെന്ന്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇത് എല്ലാവർക്കും തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു സയന്റിഫിക് മാനേജ്മെന്റ് തിയറീസ് അല്ലെങ്കിൽ എന്താണ് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഒക്കെ പഠിപ്പിച്ച സമയത്ത് ഞാൻ എടുത്തു പറഞ്ഞിരുന്നു, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ വരും. വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ ഇൻക്ലൂഡഡ് എന്ന് പറഞ്ഞ് വരും എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യനുകൾ കാണിച്ചു കൊടുത്തിരുന്നു. നമ്മുടെ ആദ്യത്തെ സെക്ഷൻ എ കിട്ടിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ സെറ്റ് എക്സാമിന് സെക്ഷൻ എ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി എഴുതിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ആദ്യം കണ്ട ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു പോയി, എന്നോട് ഒരു കുട്ടി വിളിച്ചിട്ട് പറഞ്ഞു, സാറ് പറഞ്ഞ അതേ രീതിക്ക് തന്നെയാണ് ആ ക്വസ്റ്റ്യൻ വന്നത്. അതേ രീതിക്ക് തന്നെ വരുള്ളൂ. നമുക്കറിയാം നമ്മൾ സെറ്റ് എക്സാമിൻ്റെ ഏകദേശം ഒരു 6 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ റെഫർ ചെയ്താണ് MCQs ഡിസ്കസ് ചെയ്ത് വന്നത്. അപ്പം ആ ഒരു പാറ്റേണിനകത്ത് വന്ന ചേഞ്ചസ് ഒക്കെ നമുക്ക് മനസ്സിലായി. ആ ഒരു രീതി തന്നെയാണ്. ഈ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. എന്താണ് നമ്മൾക്ക് ഈ ഒരു സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിനെ പറ്റി കൃത്യമായിട്ട് അറിയാവുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ 14 പ്രിൻസിപ്പിൾസിനെ പറ്റി കറക്റ്റായിട്ട് അറിയാവുന്ന ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു സെറ്റ് എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്താണ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. നമുക്കറിയാം സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഒക്കെ ഞാൻ A to Z കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളതാണ് നമ്മുടെ CC-യിലെ കുട്ടികളെ സംബന്ധിച്ചുള്ള. അവർ ഈസി ആയിട്ട്, 1 മിനിറ്റ് ഒന്നും വേണ്ട, ഈസി ആയിട്ട് തന്നെ പിക്ക് ചെയ്യുക അല്ലേ. ഡിവിഷൻ ഓഫ് വർക്ക്, യൂണിറ്റി ഓഫ് കമാൻഡ്, ടൈം ആൻഡ് മോഷൻ സ്റ്റഡി, സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് വർക്ക്, ഏതായിരുന്നു നമുക്ക് ഈസി ആയിട്ട് തന്നെ ആൻസർ ചെയ്യാവുന്നുള്ളൂ. സയന്റിഫിക് മാനേജ്മെന്റ് തിയറിക്കകത്ത് നോട്ട് എന്നാണ് പറഞ്ഞേക്കുന്നത് പ്രിൻസിപ്പിൾസ്. സയന്റിഫിക് മാനേജ്മെന്റ് തിയറിയിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ഈസി ആയിട്ട് തന്നെ ആൻസർ ചെയ്യാവുന്നുള്ളൂ. ഏതാണ്, യൂണിറ്റി ഓഫ് കമാൻഡ് അല്ലെ. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത് ഏതിൽ വരുന്നതാണ്, 14 പ്രിൻസിപ്പിൾസിനകത്ത് വരുന്ന അല്ലേ. അത് സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിനകത്ത് വരുന്നതാണോ? അല്ല. അപ്പോൾ യൂണിറ്റി ഓഫ് കമാൻഡ് ഈസ് എ പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ്. അതായത് എന്താണ്, ഹെൻറി ഫയോളിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റിന്റെ അകത്ത് ഉൾപ്പെടുന്ന ഒന്നാണ് ഏതെന്ന് പറയുന്നത്, യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത്. ഇത് ആ ഒരു ഏരിയയെ പറ്റി ഒരു ബേസിക് നോളജ് ഉള്ള ആളുകൾക്ക് പോലും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതും നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. നമ്മൾ എന്താണ്, നമ്മളുടെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ അല്ലെ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റിന്റെ 14 പ്രിൻസിപ്പിൾസ് ഒക്കെ പറയുന്ന സമയത്ത് നമ്മൾ എടുത്തു പറഞ്ഞിരുന്ന ഒരു ഏരിയ തന്നെയായിരുന്നു ചെയിൻ ഓഫ് കമാൻഡ് എന്ന് പറയുന്നത്. ചെയിൻ ഓഫ് കമാൻഡ് ഇത് പറഞ്ഞേക്കാം, ദ ടേം ചെയിൻ ഓഫ് കമാൻഡ് ഇൻ ദ ഓർഗനൈസേഷൻ റെഫേഴ്സ് ടു. ചെയിൻ ഓഫ് കമാൻഡ് എന്നതുകൊണ്ട് ഒരു ഓർഗനൈസേഷൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, നമുക്ക് ഈസി ആയിട്ട് അറിയാമായിരുന്നു അല്ലെ. ഏതായിരുന്നു, ദ ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ ഓഫ് അതോറിറ്റി വേർ ദ ഡിസിഷൻസ് ആർ ഡൈവേർട്ട് ദ ഫ്ലോ ഫ്രം അപ്പർ മാനേജ്മെന്റ് ടു ദ ലോവർ ലെവൽ അല്ലെ. ആ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെ, ആ ഒരു ഡയറക്ഷൻ പോകുന്നത്
എങ്ങനെയാണ്, ഏത് ലെവലിലാണ് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് എന്നൊക്കെ നമ്മൾ ആ ചെയിൻ ഓഫ് കമാൻഡ് പഠിച്ച സമയത്ത് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളുടെ കുട്ടികൾ ഉറപ്പായിട്ടും ഇതിന് ആൻസർ ചെയ്തിട്ടുണ്ടായിരിക്കും. ആൻസർ ഏതായിരുന്നു വരുന്നത്? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദ ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ ഓഫ് ദി അതോറിറ്റി വേർ ദ ഡിസിഷൻസ് ആൻഡ് ആ ഒരു ഡിസിഷൻസ് എടുക്കുന്നതിന് അല്ലെങ്കിൽ ഒരു ഒരു കമാൻഡ് കൊടുക്കുന്നതിന്, ഒരു ഓർഡർ കൊടുക്കുന്നതിനെല്ലാം ഇവർക്ക് എന്തുണ്ട്? പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഹൈറാർക്കി ഉണ്ടായിരിക്കും. അതിനെയാണ് എന്ന് പറയുന്നത് ചെയിൻ ഓഫ് കമാൻഡ് എന്ന് പറയുന്നത്. ദ ചെയിൻ ഓഫ് കമാൻഡ് റെപ്രസെന്റ് ദ ഫോർമൽ ലൈൻ ഓഫ് അതോറിറ്റി ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫ്രം ടോപ്പ് മാനേജ്മെന്റ് ടു സബോർഡിനേറ്റ്സ്. ടോപ്പ് മാനേജ്മെന്റിൽ നിന്ന് സബോർഡിനേറ്റ്സിലേക്ക് കമ്മ്യൂണിക്കേഷനും ഓർഡേഴ്സും അല്ലെങ്കിൽ ഓരോ റെസ്പോൺസിബിലിറ്റീസും ഒക്കെ കൊടുത്തു പോകുന്നതിന് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ ഉണ്ട്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ചെയിൻ ഓഫ് കമാൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ പഠിപ്പിച്ചതാണ് എന്താണ്? ദ മാനേജ്മെന്റ് ഫംഗ്ഷൻ വിച്ച് ഇൻവോൾവ്സ് ഗൈഡിങ് ആൻഡ് ലീഡിങ് ദ എംപ്ലോയീസ് ടു അച്ചീവ് ദ ഓർഗനൈസേഷണൽ ഗോൾ. ഏതായിരുന്നു? ദ മാനേജ്മെന്റ് ഫംഗ്ഷൻ ഇവിടെ തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഗൈഡിങ് ആൻഡ് ലീഡിങ് ദ എംപ്ലോയീസ് ടു അച്ചീവ് ദ ഓർഗനൈസേഷണൽ ഗോൾ. ഒരു ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി അവിടുത്തെ എംപ്ലോയീസിനെ ഗൈഡ് ചെയ്യുകയും ലീഡ് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു മാനേജ്മെന്റ് ഫംഗ്ഷൻ ഏതാണ് ഗൈഡ് ചെയ്യുകയും ലീഡ് ചെയ്യുകയും ചെയ്യുന്ന? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ, നമ്മൾ പഠിച്ചതാണ്, വ്യക്തമായിട്ട് പഠിച്ചതാണോ? അത് ഞാൻ പറഞ്ഞു. അതായത് 14 പ്രിൻസിപ്പിൾസ് എന്ത് ചെയ്തിട്ടുണ്ട്? ആ ഒരു സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്, അതുപോലെ അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്, ഇതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. ഈ ഏരിയയിൽ നിന്നൊരു 4-5 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ഒരു സെറ്റ് എക്സാമിന് ചോദിച്ചു അല്ലേ. അപ്പോൾ നമ്മൾ ആ ഏരിയ നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചിരുന്നു. അതിൻ്റെ അകത്ത് നിന്ന് വരുന്ന MCQs മാക്സിമം വർക്കൗട്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ ആൻസർ നമ്മളുടെ കുട്ടികൾ ചെയ്തിരുന്നു. ആൻസർ ഓപ്ഷൻ ഡി ആയിരുന്നു. ഏതാണ്? ഡയറക്റ്റിംഗ് ആണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഡയറക്റ്റിംഗ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ് that involves leading, motivating and supporting the employees to accomplish the organizational objective. ഒരു ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ലീഡിങ്ങും ഗൈഡിങ്ങും മോട്ടിവേഷനും ഒക്കെ കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ഏതെന്ന് പറയുന്നത്? ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ഞാൻ ഈ ഏരിയ ഒക്കെ എടുത്ത സമയത്ത് പറഞ്ഞിരുന്നു ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഫോക്കസ് ചെയ്തോണം. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. നമ്മൾ ആ MCQs മാക്സിമം എത്ര MCQs ചെയ്തു അല്ലേ? ആ MCQസിൻ്റെ അകത്ത് തന്നെയല്ലേ വന്നത്? ഇത് ചെയ്തതല്ലേ? നിങ്ങൾ ചെയ്യിച്ചല്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മളുടെ കുട്ടികൾ ചെയ്തിട്ടുണ്ട്. അടുത്ത നോക്കുക, ഓർഗനൈസേഷണൽ ബിഹേവിയർ അല്ലെ. OB പഠിച്ചിരുന്നു, OD പഠിച്ചിരുന്നു. നമ്മൾ ഓർഗനൈസേഷൻ ബിഹേവിയർ പഠിച്ചിരുന്നു, ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ് പഠിച്ചിരുന്നു. അങ്ങനെ OD ഒക്കെ പഠിച്ച സമയത്ത് ഞാൻ പറഞ്ഞു ഇതിൻ്റെ അകത്ത് നിന്നൊക്കെ സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വന്നു. ഓർഗനൈസേഷണൽ ബിഹേവിയർ പ്രിമിനർലി ഫോക്കസിങ് ഓൺ ദ സ്റ്റഡി ഓഫ് ഓർഗനൈസേഷൻ ബിഹേവിയർ. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും അല്ലെ. അത് എന്തിനെ പറ്റിയുള്ള സ്റ്റഡിയാണ്? ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ വിത്തിൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലെ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് ആയിട്ടുള്ള ബിഹേവിയറിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് എന്ന് ഞാനത് വ്യക്തമായിട്ട് ഈ ഒരു ക്വസ്റ്റിനൊക്കെ നമ്മൾ കണ്ടതാണ്. അത് അതേപോലെ തന്നെ ചോദിച്ചിട്ടുമുണ്ട്. നമ്മളുടെ കുട്ടികൾ എല്ലാവരും തന്നെ ആൻസർ ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ആൻസർ ബി ആണ്. ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ വിത്തിൻ ആൻ ഓർഗനൈസേഷൻ അല്ലെ. ഓർഗനൈസേഷൻ ബിഹേവിയർ ഈസ് ദ സ്റ്റഡി ഓഫ് ഹൗ ദ പീപ്പിൾ ബിഹേവ് ഇൻ ആൻ ഓർഗനൈസേഷണൽ സെറ്റിംഗ്. ഒരു ഓർഗനൈസേഷൻ സെറ്റിംഗ് അല്ലെ, ഒരു ഓർഗനൈസേഷനകത്ത്, ഒരു കമ്പനിക്കകത്ത്, ഒരു ഫേമിനകത്തൊക്കെ അവിടുത്തെ എംപ്ലോയീസ് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നതിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാണ്. ഈ ക്വസ്റ്റ്യനും നമ്മൾ കണ്ടാണ്. അത് അതേപോലെ തന്നെ ഏതിന് ചോദിച്ചു? നമ്മുടെ സെറ്റ് എക്സാമിന് ചോദിച്ചു. അപ്പം ഞാൻ വീണ്ടും പറയുന്നുണ്ട്, സെറ്റ് എക്സാം നമ്മൾ പഠിക്കുമ്പോഴത്തേക്കിനും ഒരു ഏരിയ മാത്രം പഠിച്ചാൽ പോരാ, ആ ഏരിയയിലെ മാക്സിമം MCQsകൾ ചെയ്ത് പഠിക്കണം. നമ്മൾ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ അസേർഷൻ റീസൺ ആയിട്ട് വരുമോ, ആ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് വരുമോ, ആ ക്വസ്റ്റ്യൻ കേസ് സ്റ്റഡി ആയിട്ട് വരുമോ, ആ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായി ഫോക്കസ് ചെയ്ത് എന്ത് ചെയ്യണം? പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ആൻസർ ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു പർട്ടിക്കുലർ ഏരിയ, ഇപ്പോൾ നമ്മളൊരു പർച്ചേസ് കൺസിഡറേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ആ പർച്ചേസ് കൺസിഡറേഷനിൽ നിന്ന് ഈ രീതിയിലെല്ലാം വരുന്നത് മാത്സ് ഫോളോവിങ് ആയിട്ട് വരാം. അങ്ങനെ ആ വരാനുള്ള സാധ്യതയുള്ള എല്ലാ രീതിയിലുള്ള ക്വസ്റ്റ്യനുകളും കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഉറപ്പായിട്ട് നമ്മൾ കണ്ട ക്വസ്റ്റ്യനുകൾ തന്നെ നമുക്ക് സെറ്റ് എക്സാമിന് കിട്ടും. അതുപോലെ കിട്ടിയ ക്വസ്റ്റ്യനുകളാണ് ഇതെല്ലാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇതും നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ് അല്ലേ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ തിയറി റിലേറ്റഡ് ടു അണ്ടർസ്റ്റാൻഡിങ് ദ ഇൻഡിവിജ്വൽ ബിഹേവിയർ ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഇവിടെ നോക്കിയേ, ഇൻഡിവിജ്വൽ ബിഹേവിയർ ഓഫ് ആൻ ഓർഗനൈസേഷൻ. താഴെ തന്നേക്കുന്ന തിയറികൾ നമ്മൾ മോട്ടിവേഷൻ തിയറികളും ലീഡർഷിപ്പ് തിയറികളും ഒക്കെ ഒരുപാട് എണ്ണം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് എല്ലാം ഞാൻ ഓരോ തിയറി പഠിക്കുമ്പോഴും അത് എന്തിനെ പറ്റിയാണ് എന്നുള്ള കാര്യമൊക്കെ വ്യക്തമാക്കി തന്നെയാണ് പഠിപ്പിച്ചത്. ക്വസ്റ്റ്യൻ വന്നത് നോക്കി എങ്ങനെയാണ്? വിച്ച് ഓഫ് ദ ഫോളോവിങ്
ഈസ് എ തിയറി റിലേറ്റ് ടു അണ്ടർസ്റ്റാൻഡിങ് ദ ഇൻഡിവിജ്വൽ ബിഹേവിയർ ആൻഡ് ഓർഗനൈസേഷൻ. ഇൻഡിവിജ്വൽ ബിഹേവിയർ മനസ്സിലാക്കാൻ സാധിക്കുന്ന തിയറി ഏതാണ്? താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നോക്കിയേ, മാസ്ലോയുടെ ഹയറാർക്കിക്കൽ നീഡ്, ഹേഴ്സ്ബർഗിന്റെ 2 ഫാക്ടർ തിയറി, MC ഗ്രിഗറിന്റെ എന്താണ് തിയറി X ആൻഡ് Y, ഇതെല്ലാം ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ബിഹേവിയർ മനസ്സിലാക്കുന്ന തിയറി തന്നെയല്ലേ? അങ്ങനെയല്ലേ പഠിപ്പിച്ചിരുന്നത്? പിന്നെ ആൻസർ ഏതാണ്? ഓൾ ഓഫ് ദി എബോ. ഈ ക്വസ്റ്റിനും നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനുകളാണ് അല്ലേ മക്കളെ? നിങ്ങൾ ഓർത്ത് വെച്ചേ, നമ്മൾ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ ക്വസ്റ്റ്യൻ കയറി വരും, കമ്പൈൻ ചെയ്ത് വരും എന്നൊക്കെ പറഞ്ഞിരുന്നു. ഞാനത് സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടായിരുന്നു കാണിച്ചിരുന്നത്. ഇവിടെ എന്താണ് ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കൃത്യമായി മനസ്സിലായില്ലേ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ള കാര്യം? അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ക്വസ്റ്റ്യനുകളെല്ലാം മാക്സിമം ചെയ്താണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആൻസർ കറക്റ്റായിട്ട് കിട്ടിപ്പോവുകയുള്ളൂ. അപ്പം നമ്മളുടെ CCയിൽ പുതിയ ബാച്ച്, ലോങ് ടൈം ബാച്ച് ആരംഭിക്കുകയാണ്. ഇപ്പം നിങ്ങൾ കുറേ പേര് എക്സാം എഴുതി ക്വാളിഫൈഡ് ആകും എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ടായിരിക്കും. എന്നാൽ എന്താണ് അറ്റത്ത് ഇനി ഫൈനൽ ആൻസർ കീ ഒക്കെ വന്ന്, അല്ലെങ്കിൽ എന്താണ് ഒരു അറ്റത്തൊരു 116 115 ഒക്കെ വന്ന് 114 ഒക്കെ വന്ന് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്നവരുണ്ടായിരിക്കും. ചിലർക്ക് കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളവരുണ്ടായിരിക്കും. നിങ്ങൾ റിസൾട്ട് വന്നിട്ട് അല്ലെങ്കിൽ അടുത്ത നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിച്ചു തുടങ്ങാമെന്ന് പറഞ്ഞ് ഇരിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ടുള്ള പഠനം ഇന്ന് തൊട്ട് തന്നെ തുടങ്ങുക. നമ്മൾക്ക് എന്താണ് നമ്മളുടെ സെറ്റ് അസ്ട്ര 3.0 നമ്മൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ഫേസ് ഇന്ററാക്ഷൻസ് കൂടുതലായിട്ടും കൊണ്ടുവരാനായിട്ട് ഈ ഒരു ബാച്ചിലൂടെ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് പേഴ്സണൽ ആയിട്ടുള്ള മെന്റർഷിപ്പ് ഉണ്ടായിരിക്കും, PDF നോട്ട് ഉണ്ടായിരിക്കും, റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, വീക്ക്ലി എക്സാമുകൾ ഉണ്ടായിരിക്കും. ഈ വീക്ക്ലി എക്സാം ഒക്കെ ഒരുപാട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഈ ഒരു എക്സാമിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്ത് എടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻസ് ഉണ്ട്. നമുക്കറിയാം നമ്മളുടെ സെറ്റിനെ സംബന്ധിച്ചിടത്തോളം സെറ്റ് കൊമേഴ്സ് നേടിയെടുക്കാൻ വളരെ ഈസിയാണ് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് ഉണ്ട് എങ്കിൽ. അപ്പോൾ വിദഗ്ധരായ അധ്യാപകർ നിങ്ങളെ പിന്തുണയോടുകൂടി അവർ നല്ല രീതിയിൽ നിങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അതിനുള്ള A to Z കാര്യങ്ങൾ CCയിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക, നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾക്ക് ഇനി സെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിലും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അറിയാനായിട്ട് പറ്റും. നമ്മളുടെ ഈ ഒരു ബാച്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു ബാച്ചാണ്. നമ്മൾ തുടങ്ങുകയാണ്, അതായത് നമ്മുടെ റിസൾട്ട് വന്നില്ല, അതിന് മുമ്പ് തന്നെ നമ്മൾ അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എക്സാം നേടിയെടുക്കാനായിട്ട് പറ്റും. നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻ നോക്കാം. കഴിഞ്ഞ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ്? ഓപ്ഷൻ D ആണ്, ഓൾ ഓഫ് ദി എബോ ആണ്. ആ പറഞ്ഞ തിയറികളെല്ലാം എന്താണ് മോട്ടിവേഷൻ അല്ലെങ്കിൽ എന്താണ് മോട്ടിവേഷൻ തിയറികളാണ്, അല്ലെങ്കിൽ ലീഡർഷിപ്പ് തിയറികൾ. ഇതെല്ലാം എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? ഇൻഡിവിജ്വൽ ബിഹേവിയറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി നമുക്ക് നോക്കാം, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ODയുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലെ, ഓർഗനൈസേഷൻ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഞാൻ ഈ ഒരു ഏരിയ പഠിച്ച സമയത്ത് പറഞ്ഞിരുന്നു OBന്നും ODയിൽ നിന്നും ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ആ ഏരിയ പഠിച്ചപ്പോൾ നമ്മൾ കണ്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചിരുന്നത്. നോക്കിയേ എന്താണെന്ന്. ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ് ഈസ് എ സിസ്റ്റമാറ്റിക് അപ്രോച്ച് ടു ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ്. ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് ആണ്. എവിടെ നടത്തുന്ന അപ്രോച്ച് ആണ്? ഏതാണ്? ഇൻക്രീസിംഗ് ദ എംപ്ലോയി സാലറി ആൻഡ് പ്രൊമോഷൻ അവന്യൂസ് ആണോ, അതോ മാനേജിംഗ് ദ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ആണോ, ഇംപ്രൂവിംഗ് ദ ഓർഗനൈസേഷണൽ എഫക്റ്റീവ്നെസ് ത്രൂ ദ പ്ലാൻഡ് ചേഞ്ച് ആണോ, അതോ എന്താണ് റെഡ്യൂസിംഗ് ദ ഓപ്പറേഷണൽ കോസ്റ്റ് ആണോ? ഏതാ മക്കളെ? നമ്മൾ ഇത് കൃത്യമായി പറഞ്ഞിരുന്നു എന്താണ് OD എന്നുള്ള കാര്യം. അപ്പൊ ഏതാ ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ C ആണല്ലേ. എന്തിനു വേണ്ടിയായിരുന്നു? ഇംപ്രൂവിംഗ് ദ ഓർഗനൈസേഷണൽ എഫക്റ്റീവ്നെസ് ത്രൂ ദ പ്ലാൻഡ് ചേഞ്ച് അല്ലേ. അതായത് ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റ് ഈസ് എ പ്ലാൻഡ് ഓർഗനൈസേഷൻ വൈഡ് എഫർട്ട് ടു ഇൻക്രീസ് ദ എഫക്റ്റീവ്നെസ് ആൻഡ് ഹെൽത്ത് ത്രൂ ദ ഇന്റർവെൻഷൻ ഇൻ പ്രോസസ്, സ്ട്രക്ചർ ആൻഡ് കൾച്ചർ അല്ലെ. നമുക്കറിയാം ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറിന്റെ അകത്തും ഓർഗനൈസേഷന്റെ പ്രോസസ്സിന്റെ അകത്തും കൾച്ചറിന്റെ അകത്തും ഒക്കെ ഡെവലപ്മെന്റ്സ് കൊണ്ടുവന്ന് പ്ലാൻ ചെയ്ത് ഡെവലപ്മെന്റ്സ് കൊണ്ടുവന്ന് വളരെ എഫക്റ്റീവായിട്ട് ഓർഗനൈസേഷനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒന്നാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതുമാണ്. ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ C ആണ് ആൻസർ ആയിട്ട് വരുന്നത്. മക്കളെ ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദ ഫസ്റ്റ് സ്റ്റെപ്സ് ഇൻ ദ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്രോസസ് ഈസ്. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്രോസസ്സിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാണ്?
ഇത് നിങ്ങൾ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഞാൻ ആ ഒരു സാധനം പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈസി ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കും ഏതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്, ഏതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ് ചോദിക്കുക. അല്ലെങ്കിൽ ഈ താഴെ തന്നേക്കുന്നതിൽ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് സ്ട്രക്ചറിൻ്റെ അകത്ത് ഉൾപ്പെടാത്തത് ഏതാണ്, അതിൻ്റെ സ്റ്റെപ്പിൻ്റെ അകത്ത് ഉൾപ്പെടാത്തത് ഏതാണ്, അല്ലെങ്കിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ് എന്നൊക്കെ വരുമെന്ന് പറഞ്ഞ് ഞാൻ ആ ക്വസ്റ്റ്യനുകൾ പലതവണ കാണിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് നമ്മുടെ സി സിയിലെ കുട്ടികളെല്ലാം ഈസി ആയിട്ട് ഇതിന് ആൻസർ ചെയ്തിട്ടുണ്ട്. ഏതാണ് ദ ഫസ്റ്റ് സ്റ്റെപ്സ് ഇൻ ദ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്രോസസ്. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്രോസസ്സിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നായിരുന്നു? എൻവയോൺമെന്റൽ സ്കാനിങ് അല്ലെ. എൻവയോൺമെന്റൽ സ്കാനിങ് ആണ്. എൻവയോൺമെന്റൽ സ്കാനിങ് ഈസ് ദ ഇനീഷ്യൽ സ്റ്റെപ്സ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്രോസസ്. ഇറ്റ് ഇൻവോൾവ്സ് ദ അനലൈസിംഗ് ദ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ടു ഐഡന്റിഫൈ ദ ഓപ്പർച്യൂണിറ്റീസ്, ത്രെഡ്സ്, സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് അല്ലെ. നമ്മൾ പറഞ്ഞിരുന്നു എൻവയോൺമെന്റൽ സ്കാനിങ് എന്ന് പറയുന്നത് ഏറ്റവും സ്ട്രാറ്റജിക് മാനേജ്മെന്റിന്റെ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ സ്കാനിങ് എന്ന് പറയുന്നത്. ഇതിലൂടെ എന്താണ് ഇന്റേണൽ ആയിട്ടും എക്സ്റ്റേണൽ ആയിട്ടുമുള്ള ഓപ്പർച്യൂണിറ്റീസും സ്ട്രെങ്തും വീക്ക്നെസ്സും ഒക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തന്നിരുന്നതാണ്. ഈ ക്വസ്റ്റിനൊക്കെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത സെയിം ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കണം, ഇത്രയും ക്വസ്റ്റ്യൻ ഏകദേശം ഒരു 30-35ഓളം ക്വസ്റ്റ്യൻ സെയിം അതേപോലെ തന്നെ വന്നിരുന്നു. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റിയിട്ടില്ല. കുറച്ചധികം ക്വസ്റ്റ്യനുകൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് വളരെ ഈസിയാണ്. ഞാൻ ആ എക്സ്പാൻഷൻ്റെ കുറേ അധികം അപ്പോൾ TQM, അതുപോലെ തന്നെ 6 സിഗ്മ, അതുപോലെ തന്നെ എന്താണ് KPO, നോളജ് പ്രോസസ് ഔട്ട്സോഴ്സിങ്, ഇങ്ങനെയുള്ള കുറേ നമ്മൾ എന്താണ് ഫുൾ ഫോമുകൾ അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പാൻഷനുകൾ പഠിക്കണം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞിരുന്നു. അതിനകത്ത് ഉണ്ടായിരുന്ന ഒന്നായിരുന്നു ഏതെന്ന് പറയുന്ന BPR. BPR എന്തായിരുന്നു BPR നമ്മൾ പഠിച്ചതല്ലേ? ഏതായിരുന്നു? ഓപ്ഷൻ എ ആണല്ലേ, ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് ആണ് എന്ന് പറയുന്ന BPR എന്ന് പറയുന്നത്. ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് ഇൻവോൾവ്സ് ദ റീതിങ്കിങ് ആൻഡ് റീഡിസൈനിങ് ദ ബിസിനസ് പ്രോസസ് അല്ലെ. ബിസിനസ് പ്രോസസ്സുകളെ റീതിങ്ക് ചെയ്യുകയും അതുപോലെ തന്നെ എന്താണ് റീഡിസൈൻ ചെയ്യുകയും ചെയ്യുക അല്ലെ. അതിൻ്റെ അകത്ത് മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്ന് നല്ല എഫക്റ്റീവ് ആയിട്ട് മാറ്റുന്ന ഒന്നാണ് എന്ന് പറയുന്ന BPR എന്ന് പറയുന്നത്. നമ്മൾ ആ ഏരിയ ഒക്കെ പഠിച്ചാണ്. അതുപോലെ TQM, അതുപോലെ തന്നെ എന്താണ് 6 സിഗ്മ, KPO, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ലിസ്റ്റ് ചെയ്ത് നമ്മളെ എക്സ്പാൻഷനുകൾ പഠിച്ച കൂടെ ഇതും ഉണ്ടായിരുന്നു. സിസ്റ്റമാറ്റിക് ആയിട്ട് അതൊക്കെ പഠിച്ചു പോയ ആളുകൾക്ക് ഉറപ്പായിട്ടും ഇതിന് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? ആൻസർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മൾ ഈസി ആയിട്ട് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിയാൽ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? 5000 ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്. എന്താണ് സെയിൽസ് തന്നിട്ടുണ്ട് 50,000 തന്നിട്ടുണ്ട്. വേരിയബിൾ കോസ്റ്റ് 25,000 തന്നിട്ടുണ്ട്. ഫിക്സഡ് കോസ്റ്റ് എത്ര തന്നിട്ടുണ്ട്? 15,000 തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് പറഞ്ഞേക്കാണ് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്? ഫിനാൻഷ്യൽ ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. മക്കളെ എന്തായിരുന്നു ഫിനാൻഷ്യൽ ലിവറേജിന്റെ ഇക്വേഷൻ? എന്തായിരുന്നു ഫിനാൻഷ്യൽ ലിവറേജിന്റെ ഇക്വേഷൻ? എന്തായിരുന്നു? EBIT എന്തായിരുന്നു? EBIT ഡിവൈഡഡ് ബൈ EBT അല്ലെ, അല്ലെങ്കിൽ EBIT ഡിവൈഡഡ് ബൈ EBIT മൈനസ് T അല്ലെ. T എന്താണ്? ഇൻട്രസ്റ്റ് അല്ലെ. ഇൻട്രസ്റ്റ് കുറയ്ക്കുക എന്നുള്ളതായിരുന്നു. EBT എന്ന് പറയും. EBT ഓക്കെ ആണല്ലോ. ഇൻട്രസ്റ്റ് കുറയ്ക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. ഇവന് നമുക്ക് നോക്കിയാൽ എത്ര ആൻസർ വരുന്നത് എങ്ങനെയാണ്? EBIT എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മുടെ സെയിൽസ് എത്രയാണ്? സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുക. വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് എന്ത് കിട്ടും? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് എന്താണ്? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ്. കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് എന്താണ്? EBIT. കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് എന്താണ്? EBIT. കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് എന്താണ്? EBIT കിട്ടുകയല്ലേ? EBIT കിട്ടിക്കഴിഞ്ഞാൽ EBIT എന്ത് കുറച്ചാൽ മതി? ഇൻട്രസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ EBIT ഡിവൈഡഡ് ബൈ EBT ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ആൻസർ കിട്ടും? എന്തിലേക്ക് പോകാനായിട്ട് പറ്റും? ഫിനാൻഷ്യൽ ലിവറേജിലേക്ക് പോകാനായിട്ട് പറ്റും. ഇവിടെ നോക്കിയേ, എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്? എന്ത് കണ്ടുപിടിക്കാനാണ്? EBIT കണ്ടുപിടിക്കണം. സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടി. കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റും കൂടി കുറച്ച് കഴിഞ്ഞപ്പോൾ EBIT കിട്ടി. EBIT എത്രയെന്ന് കിട്ടി? 10,000 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഫിനാൻഷ്യൽ ലിവറേജ് കണ്ടുപിടിക്കാം. എങ്ങനെയായിരുന്നു ഫിനാൻഷ്യൽ ലിവറേജ്? EBIT ഡിവൈഡഡ് ബൈ EBT അല്ലെ. EBIT ഡിവൈഡഡ് ബൈ EBT എന്ന് പറഞ്ഞാൽ എന്താണ്? EBITയിൽ നിന്ന് എന്ത് കുറയ്ക്കുക? ഇൻട്രസ്റ്റ് കുറയ്ക്കുക. അപ്പൊ EBIT ഡിവൈഡഡ് ബൈ EBIT മൈനസ് ഇൻട്രസ്റ്റ്, അതായത് 10,000 ഡിവൈഡഡ് ബൈ 10,000 മൈനസ് 5,000 എത്ര വന്നു? 10,000 ഡിവൈഡഡ് ബൈ 5,000 2 എന്ന് ആൻസർ വന്നു. 2 എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ഏതായിരുന്നു? ഓപ്ഷൻ എ ആണ് അല്ലെ. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇക്വേഷൻസ് എല്ലാം എഴുതി നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു പോയതാണ്. ഇത് ഇതേപോലെ തന്നെ ഫിനാൻഷ്യൽ ലിവറേജിന്റെയും ഓപ്പറേറ്റിംഗ് ലിവറേജിന്റെയും കമ്പൈൻഡ് ലിവറേജിന്റെയും ഒക്കെ കണക്കുകൾ ഇഷ്ടം പോലെ ഞാൻ ചെയ്യിപ്പിച്ചതാണ്. ഇത് നമ്മളുടെ കുട്ടികൾ എല്ലാവരും തന്നെ ചെയ്തിട്ടുണ്ടായിരിക്കും. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം. നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ആളുകൾക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ഇത് ഇതേപോലെ തന്നെ നമ്മളിവിടെ പഠിപ്പിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. ദ ഡിസിഷൻ റിലേറ്റിംഗ് ടു ദ പ്രപ്പോസൽ which compute with one another in such a way that acceptance of the one automatically rejects the acceptance of other is called. അതായത് ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഡിസിഷൻ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ മറ്റൊരെണ്ണം ഓട്ടോമാറ്റിക്കലി റിജക്റ്റ് ആയി പോകുന്നു. അതിനെ എന്തെന്നാണ് പറയുന്നത്? അതാണ് ചോദിച്ചിരിക്കുന്നത്. ദ ഡിസിഷൻ റിലേറ്റിംഗ് ടു ദ പ്രപ്പോസൽ, ഒരു പ്രപ്പോസലുമായിട്ട് ബന്ധപ്പെട്ട് ഡിസിഷൻസ് എടുക്കുകയാണ്. അവിടെ എന്താണ് പറഞ്ഞേക്കുന്നത്? എന്താണ്? കംപ്ലീറ്റ് വൺ അനദർ ഇൻ സച്ച് എ വേ ദാറ്റ് അക്സെപ്റ്റൻസ് ഓഫ് വൺ, ഒരെണ്ണം അക്സെപ്റ്റ് ചെയ്യുമ്പോൾ മറ്റൊരെണ്ണം എന്താണ് ഓട്ടോമാറ്റിക്കലി റിജക്റ്റ് ആയി പോകുന്നു. ഇത്തരത്തിലുള്ള ഡിസിഷൻ, ഇത്തരത്തിൽ വരുന്ന ഡിസിഷൻ ഏതായിരുന്നു? മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രൊജക്ട് ഡിസിഷൻസിന്റെ അകത്താണ് ഇത്തരത്തിൽ വരുന്നത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. നമ്മൾ പഠിച്ചിരുന്നു അല്ലെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത് അല്ലെ. മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രൊജക്ട്സ് മീൻസ് ദാറ്റ് ദ സെലക്ടിംഗ് വൺ പ്രൊജക്ട് എക്സ്ക്ലൂഡഡ് ദ പോസിബിലിറ്റി ഓഫ് ചൂസിംഗ് ദ അനദർ ഡ്യൂ ടു ദ സോഴ്സ് ഓഫ് ലിമിറ്റേഷൻസ് ഓർ പ്രൊജക്ട് കോൺഫ്ലിക്റ്റ് അല്ലെ. നമ്മൾ പഠിച്ചതാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രൊജക്ട് എന്ന്. ഇതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഇവിടെ ഓർത്ത് വെച്ചേ, ഒരു അവസരം വേണ്ടെന്ന് വെച്ച് മറ്റൊരെണ്ണം നമ്മൾ സ്വീകരിക്കുകയാണ്. അതായത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, വാഴ കൃഷി ചെയ്യണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? കപ്പ കൃഷി ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആ ഒരു അവസരം വേണ്ടെന്ന് വെക്കുമ്പോൾ ഉണ്ടാകുന്ന കോസ്റ്റ് ഏതാണ്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അതൊക്കെ ഓർത്ത് വെച്ചാണ് കേട്ടോ. ഫൊർഗോൺ ആകുന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റി വേണ്ടെന്ന് വെക്കുമ്പോൾ ഉണ്ടാകുന്ന, ഫൊർഗോൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോസ്റ്റിനെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. ഇതൊക്കെ പഠിച്ച സമയത്ത് അതൊക്കെ ഞാൻ കമ്പൈൻ ചെയ്ത് പറഞ്ഞു തന്നിരുന്നതാണ്. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മളുടെ പുതിയ ബാച്ചിൻ്റെ കാര്യം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ സെറ്റ് നേടിയെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നമ്മളുടെ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ ഫ്രീ ആയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യുക. എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ നമ്മളുടെ ഈ ഒരു കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ബന്ധപ്പെടുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഏതെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക്, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോർഷൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് വീണ്ടും ഞാൻ വരും. ഇറ്റ്സ് മീ വിഷ്ണു അശോക്.